ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഫേസ് പാക്കും കൊണ്ട് തന്നെയാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിളറ് വെളുത്തു പോകും ഗൈസ്. ഈ വിളറില്ല, വെളുക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ടാനൊക്കെ മാറുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ പൊട്ടാറ്റോ ആണ്, ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇത് കൊറിയക്കാരൊക്കെ കൂടുതൽ യൂസ് ചെയ്യണ സംഭവം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നു. പക്ഷേ ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല. നമുക്ക് ഇട്ട് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങളെ ലൈവായിട്ട് കാണിക്കുന്നതാണ്. മാത്രമല്ല ഇന്നത്തെ വീഡിയോയിൽ മിക്കവാറും നമ്മുടെ അമ്മയും ചേട്ടനും വരാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് ഇന്നുണ്ട്, വീട്ടിലുണ്ട്, അമ്മയും ഉണ്ട്. അല്ലാത്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മയൊക്കെ ചിലപ്പോൾ താഴെ എന്തെങ്കിലും പണിയിലേക്ക് ആയിരിക്കും, അടുക്കളയ്ക്ക് എനിക്ക് വിട്ടു തന്നിട്ട് പോകണത്. പക്ഷേ ഇന്ന് ചേട്ടനുണ്ട് നമ്മുടെ കൂടെ. ഓക്കെ, സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് അതുമാത്രമല്ല, ഞാനിപ്പോൾ അടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, കാക്ക എൻ്റെ ഒപ്പം ഇരുന്ന് പാടുന്നത്. അപ്പോൾ എല്ലാവരും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുക, എങ്ങനെയാണ് മിക്സിയിലിട്ട് അടിക്കുക, അരച്ചെടുക്കുക, മുഖത്ത് വിടുക എന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, നമുക്ക് കാണാം. ടാറ്റാ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അടുക്കളയിലെത്തി. ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ്. ഇത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇന്നലെ ഒലത്തുണ്ടാക്കി. ചേട്ടന് ലൂബിനെ പിടിക്കാൻ പോയി. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഇത് ഇങ്ങനെ 4ആയിട്ട് അരിഞ്ഞാൽ മതി. എനിക്കറിയില്ല, 4ആയിട്ട് അരിയണ്ട, 6ആയിട്ട് അരിയാം. ഇത് നമ്മൾ 8ആയിട്ട് അരിയാം. 8 കഷ്ണമാക്കി ഉരുളക്കിഴങ്ങ് നമ്മളിവിടെ മിക്സിയുടെ ജാറുണ്ട്, അതിനകത്തേക്ക് ഓക്കെ. അപ്പോൾ ഉരുളക്കിഴങ്ങ് അതിനകത്തേക്ക് ഇനി കുറച്ച് ഇച്ചിരി തൈര്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തൈരിന് പകരം നമ്മൾ ചേർത്തത് ദോശമാവാന്ന് പറഞ്ഞു. പക്ഷെ അത് ദോശമാവായിരുന്നില്ല ഗൈസ്, അത് അപ്പത്തിൻ്റെ മാവായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം മുഖം സെറ്റാക്കിയത്. അപ്പോൾ എല്ലാവരും ഓർക്കുക, അത് അപ്പത്തിൻ്റെ മാവായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് കേടല്ലേ, തൈര് ചേർക്കണം. 2 ഈ സാധനത്തിൽ 2 കയ്യിൽ ഒഴിച്ചു. അമ്മടക്ക് വന്ന് നോക്കല്ലേ, അതിടയ്ക്ക് വന്ന് വീഡിയോ എല്ലാം പാക്കണേ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ തൈരും ഉരുളക്കിഴങ്ങും ചേർത്ത് ഇനി 1 ടീസ്പൂൺ തേൻ ചേർക്കാം. ഇതെന്താണ് വരാത്തത് കണ്ടോ? 1 ടീസ്പൂൺ തേൻ ചേർത്തു. ലൂബിക്കാണ് തേൻ. അപ്പോൾ ഓക്കെ, തേൻ ചേർത്തു. എന്നിട്ട് നാരങ്ങ, ഇത് കുറച്ച് വലിയ നാരങ്ങയാണ്. അപ്പം അതിൻ്റെ പകുതി ഉണ്ട്, പകുതിയുടെ പകുതി അതിന് ഇത്ര മതി. ഇത്ര നാരങ്ങ നമ്മൾ ചേർക്കാനുള്ളൂ. പിഴിഞ്ഞിരിക്കാം. ഓക്കെ, നമ്മുടെ ചേട്ടൻ്റെ ഇവിടെ ഒക്കെ ഉണ്ട്. ഹലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇനി മിക്സിയിലിട്ട് അരഞ്ഞ് വരുമോ നോക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 3G അടിച്ചിരിക്കാറ്. ഓക്കെ, അരയ്ക്കാം. അപ്പോൾ ഓക്കെ, മിക്സിയിലിട്ട് അരയ്ക്കാം. കുറച്ച് കൂടിപ്പോയി തോന്നി. ജ്യൂസ് പോലെ അരിപ്പൊടി ഉണ്ടാ പോലെ. അരിപ്പൊടി ഒന്നുമില്ല പ്രാവശ്യം. നേരത്തെ അമ്മ ഇതിനകത്ത് കൊണ്ടുവന്ന് മുളക് അരച്ചേക്കായിരുന്നു. ഇനി ഇത് മുഖത്തിടുമ്പോൾ അറിയാം പുകഞ്ഞിട്ടോടോ എന്നൊക്കെ. അപ്പോൾ ഓക്കെ, ഇതിപ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ലൂസായി കണ്ട. നിങ്ങൾക്ക് കാണാനോട് പറ്റുള്ളത് കേട്ടോ. അയ്യോ, ഇത് കണ്ട, ഇത്രയും ലൂസായി. ഇത്രയും ലൂസാവണ്ട,
അപ്പം അതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിപ്പോൾ നോക്കാം. എന്തെന്ന് ചെയ്യും? എന്ത് ചെയ്യട്ടെ? ദേ ഇവിടെ ഗോകുല മീൻകറി ഇട്ട് ഇളക്കും. ചൂരക്കറി അതങ്ങനെ പോയി. അപ്പോൾ ഓക്കെ, നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാം. കണ്ടോ, മഞ്ഞപ്പൊടി ഞാൻ ചേർക്കണമെന്ന് വിചാരിച്ച സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വയ്ക്കുന്നു. ഈ ഒരു കുഞ്ഞി പാത്രത്തിൽ നമ്മളുടെ ഉരുളക്കിഴങ്ങും തൈരും തേനും നാരങ്ങയും പിഴിഞ്ഞ് വെച്ച സാധനം ഇത്രയും കുറച്ച് എടുത്തിട്ടുള്ളൂ. കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവാണ്. ഇത്രയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പം ഇത് കുറച്ച് കട്ടിയാവും. എന്നിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യും. ചതയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സ് ഇങ്ങനെയായി. കണ്ടോ, കുറച്ച് ടൈറ്റായി. നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. A few minutes later. ചൂരക്കറി ചീറ്റിപ്പോയി തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പായിരുന്നു. എന്നാൽ പുള്ളിക്കാരൻ മീൻ ഉടഞ്ഞു പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചൂര കുറച്ച് ഉപ്പിലിട്ടൊക്കെ വെച്ച് കുറേ നേരമൊക്കെ വെച്ചതിന് ശേഷമാണ് പുള്ളിക്കാരൻ കറി ഉണ്ടാക്കിയത്. ഒടുക്കത്ത് ഉപ്പാന്ന് പറയുന്നത് നന്നായി ഉള്ളൂ. എനിക്ക് കഴിക്കാൻ പറ്റില്ല, എനിക്ക് ശ്വാസം മുട്ടില്ലേ, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ നമ്മുടെ ഈ പാക്കും നമ്മൾ ഫേസിലിടാൻ പോവാണ്. എന്തൊരു സന്തോഷമല്ലേ ഒരാളുടെ കറിയൊക്കെ ചീറ്റിപ്പോയെന്ന് പറയുമ്പോൾ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, മുഖത്തിട്ടേക്കാം. ഹായ്, സൂപ്പർ. വേണമെങ്കിൽ ഞങ്ങൾക്ക് തക്കാളിയൊക്കെ ചേർക്കാം കേട്ടോ. എന്നുവെച്ചാൽ അതൊക്കെ നല്ല സാധനമല്ലേ, മുഖത്ത് ഇടാൻ പറ്റിയ നല്ല സാധനമാണ്. അപ്പോൾ ഓക്കെ, എന്താല്ലേ മഞ്ഞിച്ചിരിക്കണേ, മഞ്ഞപ്പിത്തം വന്നോണം. ഓക്കെ, എൻ്റെ അമ്മ എപ്പോഴും പറയും നമ്മൾ ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ ഇങ്ങനെ ഇടണം മേളിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ കവിള് ഇങ്ങനെ ചാടിപ്പോകുന്നൊക്കെ പറയണ്ടേ. എനിക്കറിയില്ല അതിനെ പറ്റിയൊന്നും. അമ്മ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ പറയണൊക്കെ ഇങ്ങനെ എന്ത് അപ്ലൈ ചെയ്താലും മേളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയും. നമുക്ക് അതേപോലെ തന്നെ ചെയ്തേക്കാം. അയ്യോ, പിരികത്ത് പോയ. ഓക്കെ ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് നടക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഉണങ്ങണം ഗൈസ്. എന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റൊക്കെ നമ്മുടെ ഫേസിൽ ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടാനൊക്കെ പോവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇതൊക്കെ ഉണങ്ങി തുടങ്ങി. എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങില്ല. എന്ന് വെച്ചാൽ തേനൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇത് ഒരു നൈസായിട്ടുള്ള രീതിയിൽ ഉണങ്ങുള്ളൂ. അധികം നേരം ഒന്നും മുഖത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്കിൻ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരുപാട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനിങ്ങനെ ചുളിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉണങ്ങാനൊന്നും എൻ്റെ ഫേസ് വയ്ക്കാറില്ല. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ ജസ്റ്റ് വാഷ് ചെയ്ത് നോക്കാം. എന്നിട്ട് ടാനൊക്കെ പോയി ഒന്ന് നോക്കാം. ഫേസ് നമ്മൾ വാഷ് ചെയ്തു, കണ്ടോ ടാനൊക്കെ കുറഞ്ഞു. എന്നാലും ആ മഞ്ഞളിൻ്റെ ഒരു മഞ്ഞപ്പൊക്കെ ഉണ്ടല്ലേ, വെളുത്തു. ടാനൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. കണ്ട സൂപ്പർ ഡൂപ്പർ ആയിട്ട്
ഉണ്ട്. അത് എപ്പോഴല്ല, നമ്മൾ ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്താലും ആഴ്ചയിൽ 1-2 തവണ യൂസ് ചെയ്താൽ മതി. അതാണ് നമ്മുടെ സ്കിന്നിന് നല്ലത്. അല്ലെങ്കിൽ എല്ലായിടത്തും ചുളുങ്ങി കൂടി ഇരിക്കും. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു ടിപ്പോ അല്ലെങ്കിൽ പാട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ ടൈഫോയിഡ് പിടിപെട്ട് കിടക്കുകയായിരുന്നു. നിങ്ങളുടെ ശബ്ദം എന്നെ ഉണർത്തി. നിങ്ങൾക്കില്ലാത്ത ടൈഫോയിഡ് എനിക്കെന്തിന്? ദയവ് ചെയ്ത് ഇനി എന്നെ വിശ്രമിക്കാൻ അനുവദിക്കൂ. നമുക്ക് കേരളത്തിൽ വെച്ച് കാണാം. ഗുഡ് ബൈ.